ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെൽമാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ ഇവിടുത്തെ കാലാവസ്ഥയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ യു കെയിലെ കാലാവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വിൻ്റർ തുടങ്ങി, നല്ല തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം സെപ്റ്റംബർ മാസം 26 ഇവിടെ അതിൻ്റേതായിട്ടുള്ള നമ്മുടെ സമ്മറും എല്ലാം പോയി, അതിൻ്റെ വിൻ്ററും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാറ്റ്, മഴ ഇപ്പം നിങ്ങൾക്ക് കാണാം, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, നമ്മുടെ ബാക്ക്യാർഡെല്ലാം നനഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ നല്ല കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുണ്ട്, നമ്മുടെ പനയും മരങ്ങളും എല്ലാം ആടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കുളത്തിലെ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, അതിനകത്ത് ഈ കാറ്റത്ത് കുറച്ച് മരത്തിൻ്റെ കൊമ്പും ഒക്കെ വീണ് കേട്ടോ. അപ്പോൾ മരത്തിൻ്റെ കൊമ്പുകളെല്ലാം വീണുകൊണ്ട് കുളത്തിൽ അതാണ് കാണുന്നത്. ചെറിയ ചെറിയ കൊമ്പുകളും കാര്യങ്ങളൊക്കെ ഈ കാറ്റടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് വീഴുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഭയങ്കര ഫുൾ ഡേ രാവിലെ മുതലേ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കരമായിട്ട് നനഞ്ഞ് കുതിർത്ത് കിടക്കുകയാണ് മുറ്റവും. അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനേ ഒരു താല്പര്യമില്ല. ഒരാഴ്ച മുന്നേ വരെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ല ചൂടും നല്ല വെയിലും ഒക്കെ ഉള്ള കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി എന്നാ പറയണ്ടേ, മഴയും കാറ്റും പിന്നെ തണുപ്പും എല്ലാം തുടങ്ങി. അതാണ് ഇവിടുത്തെ കാലാവസ്ഥ. പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്നാ പറയണ്ടേ, പിന്നെ ഞാനൊരു സംഭവം കാണിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള ഒരു വീട്, അതായത് ഞങ്ങളുടെ നേരെ ഇപ്പുറത്തുള്ള വീട്ടുകാരല്ല, നമ്മുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിൻ്റെ അപ്പുറമുള്ള ഒരു വീട്ടിലെ ഒരു ആൻറ്റി വന്ന് നമുക്ക് കൊണ്ടു തന്നതാണിത്. അപ്പോൾ അതായത് ഇത് അവരുടെ ബാക്ക്യാർഡിലുണ്ടായ ഇതാട്ടോ, ആപ്പിളാണ്. നോക്കി എന്ത് മുഴുപ്പാന്ന് നോക്കിയേ. ഒരാളെ വേണേൽ എറിഞ്ഞു വീഴ്ത്താം, അതുപോലത്തെ മുഴുപ്പുള്ള ആപ്പിള് കേട്ടോ. പുള്ളിക്കാരത്തി അവരും ഈ ഏരിയയിൽ പിന്നെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവർ പരിചയപ്പെടാനൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും അവരുടെ നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും പരിചയപ്പെടാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയില്ലേ, ആ ഒരു രീതിയിലാണ് അവർ വന്നത്. അപ്പോൾ അവർ കൊണ്ടു തന്നതാണേ. നോക്കുക, അതുപോലെ ഇതാണ് ഏറ്റവും മുഴുത്തതുണ്ടോ, ഒരു മുഴുത്ത ആപ്പിൾ. അതുപോലെ ഇതും ഭയങ്കര മുഴുത്ത കേട്ടോ. അതുണ്ടോ, ഇത് നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇത്രയും മുഴുപ്പ് കാണുന്നുണ്ടോ അറിയത്തില്ല. പക്ഷെ നമ്മുടെ നേരെ കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല മുഴുത്തതാണ്. പിന്നെ ഞാൻ ഇതുവരെ കട്ട് ചെയ്തില്ല. കട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു പിന്നെ നിങ്ങളെ വീഡിയോയിലൊക്കെ ഒന്ന് കാണിച്ചിട്ട് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അവരുടെ ബാക്ക്യാർഡിൽ ഉണ്ടായതാണ്. എനിക്ക് തോന്നുന്നു അവർ റീസെൻ്റ്ലി താമസം തുടങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നവർ ബാക്ക്യാർഡിൽ വല്ല അവർക്കും ആപ്പിളിൻ്റെ മരം വല്ലതും ഉണ്ടായിരുന്നു കാണും. അത് പറിച്ചുകൊണ്ട് പോകാൻ പറ്റിയല്ലോ, അങ്ങനെ അതിനകത്ത് ഉണ്ടായത് മറ്റായിരിക്കണം. അപ്പോൾ അത് ഒത്തിരി ഉണ്ടായിട്ടുണ്ടാകും, കാരണം ഈ ഏരിയയിലൊക്കെ പുള്ളിക്കാരി കൊടുക്കുന്നുണ്ടെന്ന് കണ്ടാ പറഞ്ഞേ ഇന്നലെ. അപ്പം അങ്ങനെ ഇത്രയും ഈ ഒരു 6 ആപ്പിള് അവർ കൊണ്ടുത്തന്നതാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും ചെറിയ ആപ്പിളാണ് കേട്ടോ. അതിൻ്റെ ഒരു 5 ആപ്പിൾ കൂടുന്നുണ്ട് ഇതൊരെണ്ണം. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചപ്പോൾ ചെറിയ ആപ്പിളാണ് കിട്ടിയത്. ഇത് പക്ഷേ എങ്ങനെ നിർത്തില്ല, പുളിയാണോ മധുരമാണോ നിർത്തില്ല. പക്ഷേ ഞാൻ ഇതിൽ മുറിച്ച് നോക്കിയില്ല, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ആപ്പിൾ പോലെ അല്ലേ. പിന്നെ ഇതിൻ്റെ അവിടെ ചെറിയൊരു ഇതുണ്ട്, ഒരു കേട് പോലെ, കുഴി പോലെ. പക്ഷെ ബാക്കിയുള്ളതൊന്നും ഒരു കുഴപ്പമില്ല. ഇതുണ്ടോ, ബാക്കിയുള്ളതിനൊന്നും ഒരു കുഴപ്പമില്ല, ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഇതുണ്ടോ, ഇതൊന്നും ഒരു കുഴപ്പമില്ലാത്തതാണ്. പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഓണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും സുഖമായിട്ട്
സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു, അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളും ദൈവനുഗ്രഹിച്ച് കുഴപ്പമില്ലാതെ ഓണമൊക്കെ ആഘോഷിച്ചു. പിന്നെ ഇപ്പോൾ പിള്ളേർക്ക് സ്കൂളൊക്കെ തുടങ്ങി, വിൻ്റർ തുടങ്ങി, അതിൻ്റേതായിട്ടുള്ള എന്നാ പറയുക ജലദോഷവും പനിയൊക്കെ എല്ലാവർക്കും സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചോദിച്ചു നമ്മുടെ ഈ ഒരു ചെടി ഈ ഒരു ചെടി ഞങ്ങൾ വീട് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ മണി പ്ലാന്റ് വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അപ്പം മണി പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും മണി പ്ലാന്റ് കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ, മേടിക്കുമ്പോൾ നമ്മുടെ ചെറിയ മണി പ്ലാന്റ് ആണെങ്കിലും അതങ്ങ് വളർന്ന് ഒരു മൂലയിലിരുന്ന് അതങ്ങ് വളർന്ന് പന്തലിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാട് പോലെ ഞങ്ങൾക്ക് അങ്ങ് തോന്നി കേട്ടോ. അത് വലിയ ഇലകളും ഒക്കെ ആയിട്ട് നമുക്കങ്ങോട്ട് ആ ഒരു പ്രദേശം മുഴുവൻ ആ മണി പ്ലാന്റ് കീഴടക്കി എന്നുള്ള രീതിയിലായി. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു മണി പ്ലാന്റ് മേടിക്കുന്നില്ല, ഈ ഒരു ചെടി ഇങ്ങനത്തെ ചെടി മേടിക്കും. ഇതാകുമ്പോഴത്തേക്കും വലിയ കാര്യമായിട്ട് വളരത്തൊന്നുമില്ല. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഇലയ്ക്ക് വലിയ ഇതുണ്ടോ, ഇതിൻ്റെ ഇലയ്ക്ക് വലിയ വീതിയൊന്നുമില്ലല്ലോ, നൂല് പോലത്തെ ചെറിയ വീതി കുറഞ്ഞ് ഇറുക്കൽ പോലത്തെ ഇലയല്ലേ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അങ്ങ് ഇത് മേടിക്കാൻ വിചാരിച്ചു. ഇതിന് വലിയ വിലയൊന്നുമില്ല, 18 പൗണ്ട് സംതിങ് ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ഇത് മേടിച്ചു. ഇതാകുമ്പോഴത്തേക്കും മൂലയ്ക്ക് സ്വസ്ഥമായിട്ടിരുന്നോളൂല്ലോ. അങ്ങനെ ഇത് മേടിച്ചാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു ചെടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർക്കിഡ്. അപ്പം ഇത് ഒറിജിനലാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇല ഇത് നമ്മൾ മേടിച്ചിട്ടിപ്പം 3.5 ഇവിടെ കയറിയത് ജൂലൈ മാസത്തിലാണ്. അപ്പം അന്ന് മുതലുള്ള ഓർക്കിഡാണിത്. ഇപ്പം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കഴിയാനായില്ലേ. അപ്പം 3 മാസം ഏകദേശം കഴിയാനായി. അപ്പോൾ ഇതിന് ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ, ഇതിൻ്റെ ഇലകൾക്കൊന്നും കുഴപ്പമില്ല. പിന്നെ ഒരു വെറൈറ്റി ലുക്കിന് വേണ്ടി നമ്മളൊരു ആർട്ടിഫിഷ്യൽ ബട്ടർഫ്ലൈനെ എല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ആണെങ്കിലും ഉണ്ടോ, ഒരു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എന്നാ പറഞ്ഞത്, ഇതാണ് ഇതിൻ്റെ പോട്ട് ഉൾപ്പെടെയാണ്. എത്രയാണ് സംതിങ് ഞാൻ ഓർക്കുന്നില്ല, എനിക്കൊന്ന് 10-നും 20-നും ഇടയ്ക്കെങ്ങാണ്ടായി. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ നഷ്ടമില്ല. കാരണം ഒരു 3-4-5 മാസം ഇതിരിക്കുമെന്നങ്ങാണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു കണ്ണാടിയാണ് കേട്ടോ ഇത്. ഇതും നല്ല ഫുള്ള് ഗ്ലാസ്, അതിൻ്റെ അകത്ത് കണ്ടോ ചില്ലാണ്. അതിൻ്റെ ഗ്ലാസ് എന്നാ പറയുക, കുപ്പിച്ചില്ല് പോലെ മൊത്തം ഇങ്ങനെ ചില്ലിലായിട്ട് കംപ്ലീറ്റ് ചില്ലിലാണ് പരിപാടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കണ്ണാടിയുടെ സ്റ്റൈല്. പിന്നെ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു രൂപം ഞാൻ ഈ യേശുവിൻ്റെ വലിയ രൂപം എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് നാട്ടിൽ ചെന്നപ്പോഴത്തേക്കും പുള്ളി മേടിച്ചുകൊണ്ട് വന്നതാണ്. അത്രയും നല്ല ലൈറ്റിങ്സ് ഒക്കെ തെളിയും. പക്ഷേ നമ്മളിപ്പോൾ അതൊരു ഓണാക്കാനൊന്നും ശ്രമിച്ചില്ല. കാരണം അന്ന് ഇവിടെ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കൂടുതൽ പരിപാടിക്കൊന്നും പോയില്ല. ഇനിയിപ്പം എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന പോലെ അതൊന്ന് ഫിറ്റ് ചെയ്യണം കറക്റ്റായിട്ട്. പിന്നെ അടുത്തിരിക്കുന്ന മാതാവിനെ നമ്മൾ ടെമ്മൂന്ന് ഞാൻ മേടിച്ചാണ്. അതിന് ഏകദേശം 14 സംതിങ് ആയി. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും പഴയതാണ്. പിന്നെ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ വീണ്ടും ബൈക്കാടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഏകദേശം ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, നമുക്ക് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്നും പുറത്തോട്ട് ഇറങ്ങാനേ തോന്നുന്നില്ല. ഇത് കാണുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാലമാണ്, എൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ നാട്ടിലായിരുന്നപ്പോഴത്തേക്കും ചെറുതായിരുന്നപ്പോഴത്തേക്കും എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തോടൊക്കെ കടന്ന് പോകണമായിരുന്നു. പിന്നെ അന്നൊക്കെ അതൊരു രസമായിരുന്നു കേട്ടോ. അപ്പോൾ ആ നാട്ടിലെ ഓർമ്മകളും കാര്യങ്ങളും. പക്ഷേ ഇത്രയും തണുപ്പില്ലായിരുന്നു കേട്ടോ, ഉള്ള സത്യം പറയാമല്ലോ. നമ്മുടെ നാട്ടിലാകുമ്പോഴത്തേക്കും ഇത്ര തണുപ്പുകളും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. പിന്നെ അന്നത്തെ ആ ഒരു ചെറുപ്പകാലവും ഒക്കെ ഓർക്കുമ്പം എന്ത് രസമായിരുന്നു അല്ലേ. അത് നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല.
പോവുക വരിക പഠിക്കുക. അന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു പിന്നെ എന്നാ ഒരു വലിയൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ, നമുക്കൊരു ടെൻഷനായിരുന്നു. പഠിത്തം. അങ്ങനെ ആ കാലങ്ങളെല്ലാം കടന്നുപോയി. പിന്നെ നമ്മളെല്ലാവരും അല്ലേ, നമ്മളെല്ലാം വലുതായി. അങ്ങനെ പക്ഷേ ചെറുപ്പകാലം ഇന്നും നമ്മുടെ മനസ്സിലൊരു ഓർമ്മയും അതൊരു സന്തോഷവും ഒരു കുളിരും ഒക്കെ തരുന്ന ഒരു ഓർമ്മകളാണ്. ആ ചെറുപ്പകാലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നേ. ഒരു വട്ടം കൂടി എന്നോർമ്മ തന്നെയെന്ന് തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലർത്തുവാൻ മോഹം, മരമൊന്നുലർത്തുവാൻ മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ച് ശ്രുതി പിന്തുടരുവാൻ മോഹം, ഒരു വട്ടം കൂടിയൻ നോർമ്മ തന്നെയെന്ന് തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തെത്തുവാൻ മോഹം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്